പ്രചരിപ്പിക്കുന്ന ഒരു നുണയും ക്ലച്ച് പിടിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. ആദ്യം ഇവർ കാന്തപുരത്തെ പള്ളിക്കള്ള എന്നാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കരുതണം, ഞാൻ 10 വയസ്സ് പ്രായമായ സമയത്ത് അരീക്കോട് വെച്ച് ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഉസ്താദിന്റെ വഅദ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വഅദിൽ അന്ന് ഉസ്താദ് പറഞ്ഞത്, വെള്ളിയാഴ്ച ജുമുഅയുടെ സമയത്ത് കോഴിക്കോട് എത്തിപ്പെട്ടാൽ നിങ്ങൾ ളുഹ്ർ നിസ്കരിച്ചാൽ മതി എന്ന ഒരു മസ്അല പറയുന്നത് കേട്ടപ്പോ കുട്ടിയായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. പിന്നീട് എനിക്കത് മനസ്സിലായി. കോഴിക്കോട്ടെ പാവപ്പെട്ട സുന്നികളുടെ പള്ളികളായ മുഹീദ്ദീൻ പള്ളിയും പട്ടാളപ്പള്ളിയും ഒക്കെ പുത്തൻ പ്രസ്ഥാനക്കാരെ രാഷ്ട്രീയ സ്വാധീനത്താൽ കീഴ്പ്പെടുത്തിയതുകൊണ്ട് അവിടുത്തെ ജുമുഅ മീറ്റിംഗ് ആയിട്ടുണ്ട്, അവിടുത്തെ ഖുതുബ പ്രസംഗമായിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമുഅക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തിയാൽ, ടൗണിലെത്തിയാൽ നിങ്ങൾ ജുമുഅയിൽ പങ്കെടുക്കരുത് എന്ന് പറയാനേ ഒരു 30 വർഷക്കാലം മുമ്പ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് സാധിക്കുമായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കൂ, പട്ടാളപ്പള്ളിയിലെ ജുമുഅ പറ്റാത്ത മുഴുവൻ സുന്നികൾക്കും ഇവിടെ എത്ര പള്ളിയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ശ്രമഫലമായി ഇവിടെ ഉണ്ടായത്. അതുപോലെ ഞാൻ ഓർക്കുന്നു എന്റെ നാടായ എടവണ്ണ, ആ എടവണ്ണയിലെ പഴയ ജുമുഅത്ത് പള്ളി പോയി കണ്ട ഏതൊരുത്തരും പറയും അത് സുന്നിയുടെ പള്ളിയാണെന്ന്. എന്നാൽ പിൻകാലത്ത് അതിന്റെ കമ്മിറ്റിക്കാരായ മരക്കച്ചവടക്കാർ കൂട്ടത്തോടെ വഹാബിയായപ്പോ അവിടുത്തെ മുദല്ലിസ് അലവി മുസ്ലിയാർ ഇനിയിപ്പം വേറൊരു ദർസ് അന്വേഷിക്കാനാകൂല എന്ന നിലക്ക് മൂപ്പരുവാണ്ട് വഹാബിയായി. അല്ലാതെ മറ്റേ മൂല്യമാരിപ്പെട്ട ആദ്യത്തെ മൂല്യാരാണ് അയാള്. കമ്മിറ്റിക്കാര് പറയും പോലെ കെ.പി. രാമ എന്തുകൊണ്ട് വിമതനായി എന്ന് ചോദിച്ചാൽ ആചാരാപ്പള പറകും പോലെ എന്ന് പറഞ്ഞ മാതിരി ഈ കാക്കമാര് പറയും പോലെ എന്നല്ലാതെ അലവി മുസ്ലിയാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാ അബ്ദുസ്സലാം സുല്ലമിയുടെ വാപ്പ അലവി മൗലവിയായത്. അതുകൊണ്ട് അവിടെ വടിയായതാരാണ്? അവിടുത്തെ പാരമ്പര്യ വിശ്വാസികളായ സുന്നികൾ. കഴിഞ്ഞ 55 വർഷക്കാലം എടവണ്ണയിലെ പാവപ്പെട്ട സുന്നികൾക്ക് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പാണ് 4 നിലയുള്ള മനോഹരമായ പള്ളി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ശ്രമഫലമായി എടവണ്ണ ഉണ്ടായതെങ്കിൽ ഞാൻ ഓർക്കുന്നു നമ്മുടെ അഭിമന്യ നേതാവ് മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സ്വന്തം താമസ സ്ഥലത്തിന്റെ തൊട്ടടുത്ത ടൗണായ പുളിക്കൽ ഒരു പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി ഫാത്തിഹ വിളിച്ചു. ദുആ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പ്രസംഗിക്കാൻ പറ്റിയില്ലെന്നു മാത്രമല്ല പ്രാർത്ഥന പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് പോലീസുകാർ വന്ന് ഉസ്താദിനെ ഇറക്കി വിട്ടപ്പോ പകരം കയറി നിൽക്കാൻ ഒരു നുള്ളു ഭൂമി സുന്നികൾക്കായി ആ നാട്ടിൽ ഇല്ലാത്തതിന്റെ പേരിൽ ഹസൻ മുസ്ലിയാരും അദ്ദേഹത്തിനെ സ്വീകരിച്ച ആളുകളും കരഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ പുളിക്കൽ അങ്ങാടിയിലൊന്ന് പോയി നോക്കൂ. 2500 ആളുകൾക്ക് ഒരേ സമയം ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ പള്ളിയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പുളിക്കലങ്ങാടിയിൽ ഉണ്ടാക്കിയതെങ്കിൽ മഞ്ചേരി ചെന്നാലും മലയാളത്തിലല്ലാത്ത ഖുതുബയുണ്ടോ എന്ന് ചോദിക്കുന്ന വിഷമമാണ് മഞ്ചേരിയിൽ എത്തുന്ന സുന്നികൾക്കെങ്കിൽ 50 ലക്ഷം ഉറുപ്പിക എസ്റ്റിമേറ്റിൽ മനോഹരമായ പള്ളി മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് ആ പള്ളിയുടെ പിന്നിലുമുള്ളതെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പള്ളി ഉണ്ടാക്കുമ്പം അസൂയാലുക്കളായ മൊയ്ലിയാമാര് സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് നിങ്ങളെ കപ്പാസിറ്റി അറിയുന്നത് കൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നില്ല. അതേ സമയത്ത് നിലവിലുള്ള നിസ്കാര പള്ളികളുടെ ഓടും കഴുക്കോലും ചതലുകുത്തിയ കഴുക്കോലും മാറ്റി ഒന്ന് നന്നാക്കി കൊടുക്കാനെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും ഇക്കാലം വരെ സാധിച്ചിട്ടുണ്ടോ? വെറും അസൂയ പറയുക എന്നല്ലാതെ ഈ സമുദായത്തിന് ഗുണകരമായ ഒരു കാര്യവും ചെയ്യാൻ മറുഭാഗത്തിന് സാധിച്ചിട്ടില്ല. മറുഭാഗം വല്ല സ്ഥാപനം നടത്തുന്നുണ്ടോ? മലപ്പുറം ജില്ലയിലാണല്ലോ ഇവന്മാർക്ക് കൂടുതൽ സ്ഥാപനങ്ങളുള്ളത്. ആ സ്ഥാപനങ്ങൾ 90% കാന്തപുരം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ആധാരം ഇപ്പോഴും നിലവിലുള്ള സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞാൽ
നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാവനൂർ പഞ്ചായത്ത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ആധാരമുള്ള യത്തീംഖാനയാണ് മൽജഉൽ ഐതം യത്തീംഖാന. തിരൂർ താലൂക്ക് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ആധാരമുള്ള യത്തീംഖാനയാണ് വളവന്നൂർ ബാഫക്കി യത്തീംഖാന. സമസ്ത കേരള സുന്നി യുവജന സംഘം പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള സ്ഥാപനമാണ് ദാറുൽ ഹുദ എടപ്പാള്. സമസ്ത കേരള സുന്നി യുവജന സംഘം കുന്നംകുളം മേഖല താലൂക്ക് കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് ദാറുർ റഹ്മ യത്തീംഖാന എങ്കിൽ പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ് അഭിവക്ത സമസ്തയുടെ പേരിലുള്ളതാണെങ്കിൽ ലീഗുകാരി ഈക്കയെ പുറത്താക്കിയപ്പോൾ പകരം അദ്ദേഹത്തിന് കേറിയിരിക്കാൻ ഈ കേരളത്തിൽ ജനങ്ങൾ ഉണ്ടാക്കിയതാണ് നന്ദി ദാറുസ്സലാം അറബി കോളേജ് എങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസ നിങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം പേഴ്സണാലിറ്റി കൊണ്ട് ഉണ്ടാക്കിയതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ഏതെങ്കിലും കുട്ടികൾ ചോദിച്ചാൽ ഒന്നുകൂടെ നിങ്ങൾ അസൂയ മൂക്കുകയല്ലാതെ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഏഷ്യയിൽ തന്നെ മർക്കസിൽ കിടപെടുക്കുന്ന മറ്റൊരു ധർമ്മസ്ഥാപനമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അതൊരു ആലങ്കാരിക ചോദ്യമല്ല. ഏഷ്യയിൽ തന്നെ അത്രയും വലിയ 8,000-ൽ പരം 10,000-ഓളം കുട്ടികളും ഒരൊറ്റ സ്ഥാപനത്തിൽ പഠിക്കുക. ഇനി ഈ KPയെ കുറ്റം പറയുന്ന മറുഭാഗത്തുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കെട്ടിയോക്കും 3 കുട്ടികൾക്കും ചെലവ് കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ വലിയ കടക്കാരാകുന്നു എങ്കിൽ 10,000 കുട്ടികൾക്ക് 5 നേരം ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്രയാണ് അതിന്റെ ചെലവ് വരിക എന്ന് നിങ്ങളൊന്ന് സ്വകാര്യമായി കണക്കി കൂട്ടി കൊടുക്കണം. എങ്കിൽ ആ മർക്കസ് ഞങ്ങൾ നടത്തുന്ന 1000-ൽ പരം വരുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ സമുദായത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക, സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗത്ത് ചെന്നുകൊണ്ട് തെറ്റിദ്ധാരണ അകറ്റിക്കൊടുക്കുക, ചുരുക്കത്തിൽ ദീൻ പറയുക. ഇത് മാത്രമാണ് കാന്തപുരം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടും അസൂയ ഞാനൊരു AP ആകുന്നില്ലല്ലോ, എത്രയോ മൂല്യന്മാര് പറയുന്നുണ്ട്, ഓനും ഞാനും ഒപ്പം തന്നെ ഓതിനത്, എന്റെ ചെലവ് തന്നെയാണ് ഓനും ചെലവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കഴുത്തിലുള്ള ഷാളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഓനെപ്പോലെ തന്നെ ആയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സാധുക്കൾ അങ്ങനെയൊക്കെ തോന്നാൻ ഇവര് വിചാരിക്കുന്നത് കിതാബിലുണ്ട് ഇൽമിന്റെ വിഷയത്തിൽ അസൂയ പറ്റുന്ന്. അത് ഇങ്ങനെ നുണ പറയാൻ നല്ല മൂല്യന്മാര് നിങ്ങളും ഓതിപ്പഠിക്കണം എന്നാ അതിന്റെ അർത്ഥം. അതുപോലെ ഇൽമിന്റെ വിഷയത്തിൽ അസൂയ പറ്റുമെന്ന് പറഞ്ഞാൽ ഇൽമിന്റെ അഹിലുകാര് ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്തു നോക്കണം എന്നാ അതിന്റെ മായന. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അസൂയക്കാര് അവര് സ്വയം തീരുകയല്ലാതെ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർക്കോ അദ്ദേഹത്തിന്റെ കാര്യിരുമ്പിന്റെ കരുത്തുള്ള പ്രസ്ഥാനത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നത് ചരിത്രം സാക്ഷിയാണ്.